മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കി അല്ലെങ്കിൽ ഉത്തരം മുട്ടി കോക്രോച്ച് വക്താവ് രത്ന. बच्चों की मौत का मुआवजा नहीं मिला, आपके लोग पार्टी कर रहे हैं, क्या बोलेंगे? रत्ना, आपके लोग, आप जवाब दीजिए, बट आप चुप नहीं रह सकती है. मौत का मुआवजा नहीं मिला. എന്താണെന്നോ ക്വസ്റ്റ്യൻ ചോദിച്ചത്. CJP പാർട്ടിയുടെ സമരം വിജയിച്ച സാഹചര്യത്തിൽ അവർ മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത് തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയായിരുന്നു. ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വച്ച ശേഷം ഇവരൊരു പാർട്ടി നടത്തി, അതും ആഡംബര പാർട്ടി. പഞ്ചനക്ഷത്ര ഹോട്ടലില് ഒരു പാർട്ടി നടത്തി കഴിഞ്ഞപ്പോൾ അതിലിപ്പോ രൂക്ഷ വിമർശനമാണ്. ആദ്യം ഈ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് CJP പാർട്ടി പ്രവർത്തകനായ മേഘനാഥ് S ആണ്. കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ആ സമരത്തിൽ 10,000-കണക്കിന് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു, അതും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളെ പിരിഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ ഇവര് എവിടെ പോയി? ഇവർ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ പാർട്ടി ആസ്വദിക്കാനായിട്ടാണ് ഇവർക്ക് ധൃതി ഉണ്ടായത്. ഈ അഭിജിത് ദീപ്കയും സൗരവ് ദാസും എല്ലാവരും അങ്ങോട്ടേക്കാണ് പോയത്. അപ്പോൾ ഈ മേഘനാഥ് എസ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങള്, അതായത് അദ്ദേഹത്തിന്റെ സ്വന്തം ചിലവിലാണ് ഇവരെ എവിടെയാണോ നിങ്ങൾക്ക് പോകേണ്ടത് അവിടേക്കുള്ള വണ്ടിക്കൂലിയും ഭക്ഷണവും ഒക്കെ കൊടുത്തു വിട്ടത് അല്ലെങ്കിൽ കഴിപ്പിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. അത്രയും പോലും ഇവര് എന്താണ് ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നൊരു വാക്ക് പോലും ചോദിക്കാതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമരം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന മട്ടിലാണ് അലോസരമായ രീതിയിൽ ഇവര് ബിഹേവ് ചെയ്തത്. ഈ ബിഹേവ് ചെയ്ത് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിലും പൊതുമധ്യത്തിലും CJP പാർട്ടിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കോക്രോച്ച് വക്താവ് രത്ന മാധ്യമപ്രവർത്തകരെ കണ്ടു കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ പാർട്ടി നടത്തുകയായിരുന്നോ ചെയ്തതെന്നാണ് ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ രത്നയുടെ കിളി പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം യഥാർത്ഥത്തിൽ ഇവർ ചെയ്യേണ്ടത് ഇങ്ങനെ ആയിരുന്നു. കാരണം ആ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട, ആ സ്കാമുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട 20-ലധികം കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ മാതാപിതാക്കളെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വെച്ചു എന്ന് അറിഞ്ഞ നിമിഷം അവരെ ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് അവരോടൊപ്പമായിരുന്നു ഈ വിജയം പങ്കിടേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ നീറ്റ് എക്സാം സ്കാമുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിവെക്കാനാണ് സമരം ചെയ്തത്, അതുകൊണ്ട് ഞങ്ങളുടെ സമരം വിജയിച്ചു, അപ്പോൾ ഞങ്ങളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ എന്തിനാണ് സമരം ചെയ്തതെന്ന് ഇവർക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ആ 20 കുട്ടികളുടെ ഫോട്ടോ മാത്രം ഒരു ബാനറാക്കി തൂക്കി പൊക്കിപ്പിടിച്ച് ഇത് ഞങ്ങളുടെ വിജയം എന്ന് മാത്രമാണ് ഇവർ കാണിച്ചത്. ഇത് ഞങ്ങളുടെ വിജയം എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഇവരുടെ വിജയമായിരുന്നോ പരാജയമായിരുന്നോ എന്നാണ് ഇനിയാണ് മനസ്സിലാവുന്നത്. കാരണം എവിടെ നിന്നോ വന്ന ആളുകൾ, ഇത്രമാത്രം ഫണ്ട് ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അതായത് 10,000-കണക്കിന് ആളുകൾ 20 ദിവസത്തിലധികം ചിലവഴിച്ചു ദില്ലി ജന്തർ മന്ദിറിൽ. ഈ ദില്ലി ജന്തർ മന്ദിറിൽ ഇവരുടെ താമസവും ഇവരുടെ ഭക്ഷണവും എല്ലാം ആരാണ് നോക്കിയത്? ഇവരുടെ ഭക്ഷണത്തിന്റെ ചെലവ് ആരാണ് നോക്കിയത്? കാരണം അവിടെ വന്ന നേതാക്കൾക്ക് മാത്രമല്ലല്ലോ ഭക്ഷണം കൊടുക്കേണ്ടത്. കാരണം 10,000-കണക്കിന് ആളുകൾ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ നാനാ ദിക്കിൽ നിന്ന്, അതായത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും വരെ അവിടെ സമരം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ കണ്ട മറ്റൊരു ന്യൂസാണ്, ദുബായിലെ ഒരു അബ്രഗോ ഫ്രൈറ്റ് എന്ന കമ്പനി ഉടമസ്ഥനായ മുഹമ്മദ് ഷാജി, അദ്ദേഹത്തിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന 20 മലയാളി പ്രവാസികളെ ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, അവർക്ക് ഭക്ഷണത്തിനുള്ള ചെലവ് കൊടുക്കുന്നു, അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ഇതെല്ലാം കാരണം അയാളുടെ ഒരൊറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, ഈ CJP പാർട്ടിക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫണ്ടിങ് ആണ്, ഇതൊരു സ്പോൺസർ ആണ്, ഇത് ആളെ സ്പോൺസർ ചെയ്യിപ്പിച്ചിട്ടാണ്. കാരണം ഇത്രയും പേര് ഇവിടെ പങ്കെടുക്കുന്നുണ്ട്, ഇത് വലിയൊരു പ്രക്ഷോഭമാണെന്ന് അവിടെ ദില്ലിയിലെ ന്യൂസ് സ്പ്രെഡ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഓരോ ആളുകളും, കാണുന്ന ഓരോ ആളുകൾക്കും എന്താ പറയാ, ഒരു വികാരം കൊള്ളാൻ വേണ്ടിയിട്ട്, അതായത് ഇത്ര ആളുകൾ വന്നു, അപ്പൊ ഇനി ഞാനും അതിലൊരു പാർട്ടിസിപ്പേറ്റ് ആവണ്ടേ, എന്റെ ഭാഗത്തുനിന്ന് ഒരു പങ്കെടുക്കണ്ടേ എന്നുള്ള രീതി വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവരിങ്ങനെ സ്പോൺസർ ചെയ്ത് ഓരോ ആളുകളെ വെക്കുന്നത്. ഒരു കമ്പനിയിൽ നിന്നും 23 ആളുകളെയാണ് വിട്ടത്. ഇതുപോലെ എത്രയെത്ര കമ്പനി, എത്രയെത്ര ഫണ്ടിങ് ആയിരിക്കും പല രീതിയിൽ ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവുക. എന്നാൽ ആ ദുബായിൽ നിന്നും വന്ന 23 ആളുകൾ വന്നിറങ്ങിയ നിമിഷം തന്നെ സമരം അവസാനിച്ചു. അതുകൊണ്ട് വലിയൊരു പ്രക്ഷോഭം കരുതി കൂട്ടിയാണ് ഇവർ വന്നതെങ്കിലും പ്രക്ഷോഭം നടക്കാൻ പറ്റിയില്ല. കാരണം അതിനു മുമ്പേ സമരം അവസാനിച്ചത് കൊണ്ട് പ്രക്ഷോഭത്തിനൊന്നും ഇവർക്ക് പറ്റിയില്ല. പക്ഷെ അന്ന് രാത്രി ആഡംബര ഹോട്ടലിൽ നടന്ന ആഡംബര പാർട്ടിയിൽ പങ്കെടുത്തിട്ടാണ് ഈ 23 പേരിന് തിരിച്ച് ദുബായിലേക്ക് പോയത്. ഒന്ന് ആലോചിച്ച് നോക്കും, ഇതൊക്കെ പ്രൊപ്പഗണ്ടയാണ്. പക്ഷെ ഇതൊന്നും ചിലർക്ക് പ്രൊപ്പഗണ്ടയായിട്ട് ഫീൽ ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ശരി, ഒരു വിജയിച്ചു, അതിന്റെ റെസിഗ്നേഷൻ പാർട്ടിയാണ്, ആ റെസിഗ്നേഷൻ പാർട്ടി എങ്ങനെ വേണ്ടി നടത്തിക്കൂടെ എന്ന് ചോദിക്കുന്നവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഇതൊരു ജനാധിപത്യ രാജ്യമായി ഇന്ത്യയിൽ ഒരു സമരം നടക്കുമ്പോൾ ആ സമരം വിജയിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ കുടുംബക്കാരെയെങ്കിലും ഒന്ന് പോയി കാണണം, അത്തരത്തിലുള്ള മര്യാദയെങ്കിലും കാണിക്കണം. ആ മര്യാദയൊന്നും കാണിക്കാതെ
പഞ്ചനക്ഷത്ര ഹോട്ടലില് ആഡംബര പാർട്ടിയില് പ്രമുഖരായിട്ട് മാത്രം, അത് വന്ന സെലക്റ്റീവ് ആൾക്കാരെയാണ് അവിടെ കൊണ്ടുപോയത്. വന്ന എല്ലാ വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ സമരം ചെയ്ത എല്ലാവരുടെ കൂടെയും ആ പാർട്ടികളിൽ പങ്കെടുത്തിട്ടില്ല. അതിന്റെ തെളിവ് തന്നെയാണ് ഇവർ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഉന്മാദിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറത്ത് ഒന്നും അറിയാതെ ഇപ്പോഴും ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നറിയാതെ. കാരണം ഇതൊക്കെ ഒരു കോർഡിനേഷന്റെ കുഴപ്പമാണ്. ഈ ഒരു കോർഡിനേറ്റ് ചെയ്യാതെയാണ് ഇപ്പോൾ CJP പാർട്ടി വിജയിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ രത്നയ്ക്ക് ഉത്തരം മുട്ടിയതിന്റെ കാരണം ഇത് തന്നെയാണ്. ഇനി ഇതുപോലെ ഫണ്ടിങ്ങിന്റെ കാര്യമാണ് അറിയേണ്ടത്. മാത്രവുമല്ല, ഈ 20 ദിവസവും ജുനൈദ് എന്ന ഒരു വ്യക്തി അവർക്ക് 3 നേരവും ഭക്ഷണവും വെള്ളവും കൊടുത്തിരുന്നു. പക്ഷെ അദ്ദേഹത്തെ പോലീസ് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യൽ നടക്കുമ്പോഴും ഈ CJP പ്രവർത്തകർ ആരും അതിനെതിരെ ശബ്ദിച്ചിട്ടില്ല, ജുനൈദിന് വേണ്ടി സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? കാര്യം കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞു. കാരണം ഇനി CJP പാർട്ടിയുടെ ആ ഒരു പ്രക്ഷോഭം നടക്കണം. ആ വേദിയിൽ ആരൊക്കെ വന്നു പങ്കെടുത്തു, അതിന്റെ ഭാഗമായെന്ന് അഭിജിത്ത് ദീപ്തിക്ക് ബാക്കിയുള്ളവർക്കും അറിയേണ്ട കാര്യമില്ല. കാരണം സംഭവം കഴിഞ്ഞാലോ, വിജയിച്ചല്ലോ. അപ്പോൾ കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ CJP പാർട്ടിയുടെ അജണ്ട എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ കാണിച്ച് ഇതൊരു വിഡ്ഢിത്തരം തന്നെയാണെന്നേ പറയാൻ പറ്റുള്ളൂ. റെസിഗ്നേഷൻ പാർട്ടി എന്ന് പറഞ്ഞ് ആഡംബര ഹോട്ടലില് ആഡംബര പാർട്ടി നടത്തണമെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ ആദ്യം നിങ്ങൾ 20 പേര് ആത്മഹത്യ ചെയ്ത ആ വിദ്യാർത്ഥികളുടെ വീടുകളിൽ പോയി കുറച്ചു നേരം സംസാരിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവരെ ആ സമരവേദിയിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്രെഡിറ്റ് കിട്ടിയേനെ. പക്ഷെ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കാനും വേണ്ടി സമരം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഫണ്ടിങ്, എല്ലാം ഫണ്ടിങ് ആണ്. ഇനി എന്നെ അന്വേഷിക്കാൻ പോകുന്ന ഫണ്ടിങ് ആണ്. കാരണം അവിടെ വന്ന ആളുകളുടെ എല്ലാം ഫേസ് എടുത്തിട്ടുണ്ട്. ആ ഫേസ് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം 2881 ആളുകൾക്ക് എതിരെ കേസുകളുണ്ട്. പലരും കൊലപാതകികളാണ്, പലരും പിടിച്ചുപറിക്കാരാണ്, ബലാത്സംഗം ചെയ്തവരാണ്, എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസിലുള്ളവരാണ്. അപ്പൊ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെ ഒരു പറ്റം ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെ കൂടാരമാണ് ഇപ്പോൾ CJP പാർട്ടിയിലെ പ്രവർത്തകർ. ഇനി എന്ത് തന്നെയാണെങ്കിലും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവരെ ജാതകവും കുറിയും ഒക്കെ അറിയുന്നതായിരിക്കും. അപ്പോൾ കണ്ടു തന്നെ അറിയാം ഇത്തരത്തിൽ ഫണ്ട് ഇറക്കാനായിട്ട് എവിടെ നിന്നാണ് ഇവരുടെ ഫണ്ടിന്റെ സ്രോതസ് എന്ന് കണ്ടു തന്നെ നമുക്കറിയാം.